ഹലോ, വെൽക്കം ബാക്ക് ടു ജെ ക്ലൗഡ്. ഇത് നമ്മൾ റിമി ടോമി ഷോയ്ക്ക് പോകുന്നതാണ് കേട്ടോ. നമ്മുടെ ഹാബീബയിൽ ആദ്യമായിട്ടാണ് റിമി ടോമി ഷോ വരുന്നത്. ആ എക്സ്പീരിയൻസ് ഒട്ടും മിസ് ചെയ്യണ്ടല്ലോ എന്നോർത്ത് നമ്മൾ നേരത്തെ ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നു. നമ്മൾ ശരിക്കും രണ്ടാമത്തെ തവണയാണ് റിമി ടോമി ഷോയ്ക്ക് പോകുന്നത്. 2016 ബ്രിസ്ബെയിനിൽ റിമി ടോമിയുടെ ഷോ ഉണ്ടായിരുന്നപ്പോഴും നമ്മളന്ന് അറ്റൻഡ് ചെയ്യാൻ പറ്റി. ഇതാണ് വെന്യൂ. അപ്പോൾ ഇവിടെ വരുമ്പോൾ ആ കുറച്ച് മാൻഡേറ്ററി ഫോട്ടോസൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമ്മൾ മിസ് ചെയ്യാൻ പാടില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ ഹോളിനകത്തേക്ക് കയറി. അന്നേരമാണ് നമ്മൾ കംപ്ലീറ്റ് ഫാമിലി ആവുന്നത്. പിന്നെ നമ്മളിവിടെ വരുമ്പോൾ അവരുടെ ക്രൂ മെമ്പേഴ്സൊക്കെ മൈക്ക് ടെസ്റ്റിങ്ങും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഒന്നിച്ച് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് മാത്രമേ ഉള്ളൂ. പതിവ് പോലെ ജോഹാനുമീനും അവരുടെ ഫ്രണ്ട്സിനെയൊക്കെ കണ്ടു കഴിഞ്ഞപ്പം അവരുടെ കൂടെ പോയി. പിന്നെ ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവരുടെ ക്രൂവിലുള്ള ഒരാൾ ഇവർക്ക് കുറച്ച് നിർദ്ദേശങ്ങൾ കൊടുക്കുന്നതാണ്. അതായത് റിമി ടോമി ഒരു പാട്ടിൽ ഇവർ ഡാൻസ് കളിക്കുന്നുണ്ട്. മെയിൻലി ഗേൾസാണ്, ബോയ്സ് ഒരു ചെറിയ ബിറ്റ് അതിനകത്ത് ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞ് നമ്മൾ കൗശിക്കിനൂടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അതിനിടയിലാണ് വലിയ സർപ്രൈസ് സംഭവിച്ചത്. റിമി ടോമിനെ ആരെങ്കിലും സാരി ഉടുപ്പിക്കണമായിരുന്നു. കൂട്ടത്തിൽ നറുക്ക് വീണത് എനിക്കായിരുന്നു. അങ്ങനെ പോയി സാരി ഉടുപ്പിക്കാനും കുറച്ച് പേഴ്സണലായിട്ട് ഫോട്ടോസ് എടുക്കാനുള്ള അവസരം കിട്ടി. ഇത് നമ്മുടെ ഗേൾസും ബോയ്സും ഒക്കെയാണ്. ഇവരാണ് ഡാൻസിനുണ്ടായിരുന്നത്. ഡാൻസിൻ്റെ വീഡിയോ നമ്മൾ പ്രത്യേകമായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ഈവനിങ് ആയിരുന്നു. ഫുൾ ഓൺ എനർജി ആയിരുന്നു. കുറേ എൻജോയ് ചെയ്യാൻ പറ്റി. ഫോട്ടോ സെഷൻ തന്നെ ആയിരുന്നു. ഇവരുടെ കൂടെ ഒന്ന് വീണ്ടും ഫോട്ടോസ് എടുത്തു. ഫോണിൻ്റെ മെമ്മറി അടിച്ചുപോയി എന്ന് തന്നെ പറയാം. അങ്ങനെ നിൽക്കുമ്പോഴാണ് നമ്മൾ റിങ്കു ടോമിനെ കാണുന്നത്. പാവം, പുള്ളിക്ക് ഒരു വിഷമായാലോ. അപ്പോൾ പുള്ളിയുടെ കൂടെ ഒന്ന് ഒരു ഫോട്ടോ എടുത്തേക്കാമെന്ന് ഓർത്തു. അപ്പോൾ ഓവറോൾ ഒരു നല്ല നൈറ്റായിരുന്നു. നമ്മളെല്ലാവരും ശരിക്കും എൻജോയ് ചെയ്തു. അപ്പോൾ പിന്നെ കാണാം.